ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്നലെ ഒരു വൈകുന്നേരമുള്ള ആ ഒരു ടൈമിൽ ഉമ്മയും അൽത്താഫാച്ചും പാടെ കൂടിയിട്ട് യാസക്ക് ഇതേമാതിരി ഇടയ്ക്കിട്ട് ഇങ്ങനെ പനി വരിക ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മദർ കെയർക്കൊക്കെ കൊണ്ടുപോകലും അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാലുമ്മലൊക്കെ സൂചി വെച്ച്, കൈമുമ്മലൊക്കെ സൂചി വെച്ച്, കാലുമ്മന്ന് വെച്ചാൽ നരമ്പ്, യാസക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം വന്നു കഴിഞ്ഞാൽ നരമ്പ് കിട്ടില്ല. സൂചി വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നരമ്പ് കിട്ടില്ല. ആ നരമ്പ് കിട്ടണമെങ്കിൽ നല്ല പാടാണ്. അങ്ങനെ രണ്ട് കാലുമേലൊക്കെ കുത്തി വെച്ചിട്ടാണ് കിട്ടാറ്. പക്ഷേ അതുകൊണ്ട് തന്നെ അവനക്ക് രോഗം വരുന്നത് ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു. മദർ കെയറിലത്തെ ഡോക്ടറിനെ കാട്ടി അവർ ലോഡ് മരുന്ന് തന്നു. പക്ഷെ അവനക്ക് ആ ഒരു അസുഖം മാറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സഹി കേട്ടിട്ട് ഹാരിസ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത്, അവരൊരു മരുന്ന് എഴുതി തന്നു. ഞാനിത് നിർത്താൻ വരെ നിർത്താൻ പറഞ്ഞിട്ട് ഒരു 3 മാസത്തിനൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവനത് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തല നനഞ്ഞാൽ പോലും പനിയൊന്നും വരില്ല. അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാലും ജസ്റ്റ് ഒന്ന് തല നനഞ്ഞാൽ വരെ പനി വരികയായിരുന്നു. അവനക്ക് ചെറിയൊരു കഫക്കെട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കഫക്കെട്ട് ഉള്ളിൽ നല്ലോണം ഉണ്ടാകാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഉള്ളിൽ നല്ലോണം കഫക്കെട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് അവനക്ക് ഇങ്ങനെ പനി പെട്ടെന്ന് വരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ആ മരുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മണ്ണാർക്കാട് നിന്ന് കിട്ടുള്ളൂ. പിന്നെ വരുത്തിക്കാനോട്ട് ഞങ്ങളുടെ അടുത്തുള്ള ക്ലിനിക്കിൽ അതിനുള്ള ഇതൊന്നും ഇല്ല. ഓല് വരുത്തിക്കും, പക്ഷെ ആ മരുന്ന് മാത്രം വരുത്തിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവർ മണ്ണാർക്കാട് പോയിട്ടുണ്ടായിരുന്നു. ഈ ടൈമിൽ തന്നെ വീട്ടിലത്തെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് അവർ പോയത്. പക്ഷെ ഞാൻ ആ ടൈമിൽ കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് അവിടെ ക്ലീൻ ചെയ്യാനുള്ള പണി തന്നിട്ട് അവരവിടുന്ന് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ആൻഡ് ഞങ്ങൾ പിന്നീട് ഇന്ന് രാവിലെ പണിക്കാരുണ്ടായിരുന്നു. മണ്ണെടുക്കുന്ന ഒരു പണിയായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും തറക്കൊപ്പായിട്ടാണ് മണ്ണ് നിൽക്കുന്നത്. അവർ ഈ ഒരു വീടിന് തറയിട്ടപ്പോൾ മണ്ണ് മാറ്റേണ്ടി വന്നല്ലോ. ആ ടൈമിൽ അവർ ആ മണ്ണൊന്നും കൊണ്ടേ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതങ്ങനെ കൂമ്പാരം കൂടി അവിടെ ഭയങ്കര ഓവറായിട്ട് മുകളിൽ വന്ന് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അത് ക്ലീൻ ആക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കിനി വേറൊരു വർക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ കയ്യിൽ ക്യാഷ് വന്നത് ഇപ്പോഴാണ്. പക്ഷേ ഈ ഒരു ടൈമിലൊന്നും അതില്ല. ഒരു 3 ദിവസത്തെ 4 ദിവസത്തെ പണിയുണ്ട്. കഷ്ടപ്പെട്ടാലുള്ളത് ക്ലിയർ ആവുക. പക്ഷെ അതിനുള്ള ക്യാഷൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്നും ഞങ്ങളൊന്നും ഇപ്പോൾ ജസ്റ്റ് ആ ഒരു മണ്ണ് മാറ്റുക എന്നാണ്. തറക്കൊപ്പം മണ്ണെന്ന് പറഞ്ഞാൽ ഒരു ലോഡ് മണ്ണുണ്ട്. പിന്നെ വാർപ്പ് ഒന്നും ആയിട്ടില്ല കേട്ടോ. അതിനൊന്നും ക്യാഷൊന്നും റെഡി ആയിട്ടില്ല. ഇപ്പോൾ ചെറിയൊരു ക്യാഷ് കിട്ടിയപ്പോൾ വേഗം മണ്ണെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. ഇങ്ങനെ തിന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ എത്തുമ്പോൾ കുറച്ച് കുണ്ടും കുഴിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ ഓഫ് ആക്കി വെച്ചു. കറണ്ട് കഴിയുന്ന കാരണം പിന്നെ നിലത്ത് വേണ്ട എഴുതിയിട്ട് ഇത് നമ്മളുടെ പുഴക്കൊക്കെ പോണ ഷോർട്ട് കട്ട് വഴിയാണ് ഞങ്ങളെ വീട്ടിലേക്ക് വരിക കേട്ടോ. അത് കുറച്ചങ്ങോട്ട് പോയിട്ടാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. അധികം നടന്ന് പ്രാക്ടീസ് ഇല്ലാത്തവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ ഇവിടേക്ക് വന്നതിന് ശേഷം, അതിന് മുന്നേ ഞങ്ങൾ വാപ്പാനായിട്ടാണ് വന്നിരുന്നത്. ഇവിടേക്ക് വന്നതിന് ശേഷമൊക്കെ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടേക്കൊന്നും ബസ്സൊന്നും വരില്ല. അവിടേക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് വരിക. ഇതിപ്പോൾ ഞങ്ങൾക്ക് കുറച്ചധികം ഉള്ളിലേക്ക് പോകണമല്ലോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു 5 മിനിറ്റ്സുള്ള ഒരിതുണ്ട് കേട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അവിടേക്ക് എത്തിയപ്പോഴത്തേനും അവർ പണിയൊക്കെ തുടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു ഭാഗമൊക്കെ മുന്നെടുത്ത് കഴിഞ്ഞതാണ്. പക്ഷേ ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന് തുടത്തിയിട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ നിന്നൊരു വ്യൂ ഉണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിൽ നിന്ന് അടിപൊളി വ്യൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു ഫ്ലാറ്റ് മാതിരി ഇങ്ങനെ താമസിക്കാൻ ഉണ്ടാക്കുന്ന ആൾക്കാർ അവർ മുകളിൽ എടുക്കേണ്ടത് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യൂ കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു വ്യൂ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 8 മണിക്ക് ഒരു പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഒരു 5 മണി ആ ഒരു ടൈമിലേ പോവുകയുള്ളൂ. പക്ഷെ അവർ 1 മണിക്കൂർ റെസ്റ്റ് എടുക്കും കേട്ടോ. അവർക്ക് ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ അവർ റെസ്റ്റ് എടുക്കും. പക്ഷേ എങ്കിലും ഒരു 5 മണി ആ ഒരു ടൈമിലാണ് അവർ നിർത്തിയിട്ടുണ്ടാവുക കേട്ടോ. ഞങ്ങളൊരു 8:45 ആ ഒരു ടൈമിലാണ് എത്തിയത്. അപ്പോഴത്തേനും അവർ ഒരു ലോഡ് മാക്സിമം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. കുറേ അധികം തന്നെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, എന്നുവെച്ചാൽ അവിടുത്തെ മണ്ണ് നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു ലോറിക്ക് ഇട്ട് കൊടുക്കുക, ഒരു ലോറിക്കാർ വേണ്ട ആൾക്കാർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമ്മളെ പെരയുന്ന മണ്ണ് അത് പോയി കിട്ടണമല്ലോ. പിന്നെ ഈ ഉള്ളിലുള്ളത് മണലാണ്. ഈ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇരിക്കാനും ഒന്നിനൊരു സ്ഥലമില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് കുറച്ച് വീക്ക്, ബാക്കിയൊക്കെ ഓക്കെയാണ് കേട്ടോ. അങ്ങനെ ഇത് പിന്നിക്ക് പോകണം, ഇപ്പുറത്തെ ഭാഗത്ത് കൂടെ പിന്നിക്ക് പോകുന്ന സ്ഥലമാണ്. കണ്ടോ, ഇവിടെ മണ്ണ് നിങ്ങൾക്ക് ഇരിക്കണ കണ്ടാലും മനസ്സിലാവും. ഒരു പെർഫെക്ഷൻ ഇല്ലാതെ ആ ഒരു മുക്ക് മാത്രമേ ഉള്ളൂ ആയിട്ടുള്ളത്. അത്രക്കും മണ്ണുണ്ട് അവിടെ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആൻഡ് അവിടെ അവർ കുറച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മുഴുവൻ എടുത്ത് വരുമ്പോഴത്തേനും എന്തായാലും 3-4-5 ദിവസമൊക്കെ ആവും. പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. 4 ആൾക്കാരാണ് പണിക്കുള്ളത്. 2 ആൾക്കാർ ഇതേമാതിരി കൊട്ടയിൽ നിറച്ച് കൊടുക്കാനും 2 ആൾക്കാരെ കൊണ്ടുപോയിടാനും കേട്ടോ. അങ്ങനെ 4 ആൾക്കാർ. സത്യം പറഞ്ഞാൽ 4, 5, 6, 10 ആൾക്കാരുണ്ടെങ്കിലേ ഇതൊരു ദിവസം കൊണ്ടൊക്കെ തീരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് തീരെയില്ല. അത്രക്കും ബുദ്ധിമുട്ടാണ് ഇതൊന്ന് മണ്ണെടുക്കുക എന്നുള്ളത്. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ അവർ ഫുഡ് കഴിക്കാൻ പോയ ആ ഒരു ടൈമിൽ ഞാൻ എടുത്തൊരു വീഡിയോ ആണിത്. അവർ ഈ ഒരു ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉൾഭാഗത്തൊക്കെ മണ്ണ് കണ്ടോ, ഇവിടെ ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ ഇപ്പുറത്ത് പിന്നിൽ ബാത്റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാത്റൂമിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ അവർ റെഡിയാക്കി ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് വണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, അധികം ലോങ് ഒന്നുമല്ല. അധികമൊന്നും പറയാനുമില്ല. നാളെ മുതൽ സ്കൂളിൽ തുറക്കാണ്. പിന്നെ എക്സാംസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികമൊന്നും വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് അറിയില്ല. മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ എല്ലാവർക്കും. നെക്സ്റ്റ് ഓക്കെ.